മലയാളത്തിന്റെ പൊന്നമ്മ വിടവാങ്ങിയതോടെ വടക്കാഞ്ചേരിയുടെ രണ്ടാമത്തെ മരുമകളും യാത്രയായി. സംവിധായകൻ ഭരതന്റെ സഹധർമ്മിണിയായി നടി KPS ലളിതയാണ് ആദ്യ വടക്കാഞ്ചേരിയുടെ മരുമകളായി എത്തിയത്. വടക്കാഞ്ചേരി സ്വദേശിയും പല്ലൂർ മഠത്തിൽ മണിസ്വാമിയുടെ സഹധർമ്മിണിയായി പിന്നീട് കവിയൂർ പൊന്നമ്മയും വടക്കാഞ്ചേരിയുടെ മരുമകളായി. വിവാഹശേഷം പിന്നീട് ഇവർ താമസം എറണാകുളത്തേക്ക് മാറ്റുകയായിരുന്നു. KPS ലളിതയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനും KPS ലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനാണ് ഒടുവിലായി കവിയൂർ പൊന്നമ്മ വടക്കാഞ്ചേരിയിലെത്തിയത്. KPS ലളിതയുടെ വെങ്കക്കാടുള്ള പാലിശ്ശേരിയിലെ ഓർമ്മ എന്ന വീട്ടിൽ സ്ഥിരം സന്ദർശിക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ. വടക്കാഞ്ചേരിയുമായി ഏറെ സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്ന കവിയൂർ പൊന്നമ്മ തിരക്കിനിടയിലും ഉത്രാളിക്കാവ് പൂരം കാണാനായി വടക്കാഞ്ചേരിയിലെത്തുമായിരുന്നു. അമ്മ കഥാപാത്രങ്ങളായി നിറഞ്ഞു നിന്ന രണ്ടുപേരെയാണ് സിനിമാ ലോകത്തിന് നഷ്ടമായത്. കവിയൂർ പൊന്നമ്മയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണെന്ന് സംവിധായകൻ റഷീദ് പാറയ്ക്കൽ പറഞ്ഞു. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു പരസ്യ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പൊന്നമ്മ ചേച്ചീനെ നേരിട്ട് കാണാൻ സാധിച്ചത്. അപ്പോൾ പൊന്നമ്മ എന്ന് പറയുന്നതിൽ തന്നെ ഒരു അമ്മ ഉണ്ട്. അപ്പോൾ അമ്മ കഥാപാത്രങ്ങളാണ് അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളതെന്നാണ് നമ്മുടെ അറിവ്. നമ്മളൊക്കെ മനസ്സിൽ ഒരു അമ്മ എന്ന് പറയുന്നൊരു സങ്കല്പം എന്താണെങ്കിൽ ഒരുപക്ഷെ കവിയൂർ പൊന്നമ്മയുടെ മുഖമായിരിക്കും വരിക. അപ്പോൾ ചേച്ചി മരണപ്പെട്ടു, അവർക്ക് ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.